നമസ്കാരം. ദിശ PSCയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. കൊഴുപ്പിൽ ലയിക്കുന്ന പ്രധാനപ്പെട്ട ജീവകങ്ങളായിട്ടുള്ള എയും ഡിയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് രണ്ട് വ്യക്തികളുടെ പേരാണ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ വ്യക്തിയാണ് ഫ്രെഡറിക് ഹോപ്കിൻസ്. പേരെന്താണ്? ഫ്രെഡറിക് ഹോപ്കിൻസ്. ആരാണ് ഫ്രെഡറിക് ഹോപ്കിൻസ്? ജീവകങ്ങളെ ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? ഫ്രെഡറിക് ഹോപ്കിൻസ്. ഓർത്തു വയ്ക്കുക, ജീവകങ്ങളെ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. എല്ലാ ജീവകങ്ങളെയും കണ്ടുപിടിച്ച വ്യക്തി ഫ്രെഡറിക് ഹോപ്കിൻസ് അല്ല. എന്നാൽ PSC ക്വസ്റ്റ്യനിൽ ആദ്യമായി ജീവകങ്ങളെ കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരെന്ന് ആൻസർ കൊടുക്കണം? ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന് ആൻസർ കൊടുക്കുക. അതുപോലെ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നു. ആരാണ്? കാസിമർ ഫങ്ക്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ജീവകങ്ങൾക്ക് ആദ്യമായി പേര് നൽകിയ വ്യക്തി ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഓർത്തു വയ്ക്കുക, ജീവകങ്ങൾക്ക് ആദ്യമായി പേര് നൽകിയ വ്യക്തി ആരാണ്? കാസിമർ ഫങ്ക് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമായി ജീവകങ്ങളെ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. അതുപോലെ ആദ്യമായി പേര് നൽകിയ വ്യക്തി ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഓക്കെ ആണല്ലോ രണ്ടുപേരും? ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ജീവകങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഓർത്തു വയ്ക്കുക, ജീവകങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കാൻ പറ്റും? രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവകങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നത്? അവയുടെ ലേയത്വം അനുസരിച്ച്. ജീവകങ്ങളെ അവയുടെ ലേയത്വം അനുസരിച്ച് കൊണ്ട് നമുക്ക് എത്രയായി തിരിക്കാൻ പറ്റും? രണ്ടായി തിരിക്കാൻ പറ്റും. ഇത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകങ്ങളെ അവയുടെ ലേയത്വം അനുസരിച്ച് എത്രയായി തിരിക്കാൻ പറ്റും? രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിക്കുക, കൊഴുപ്പിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്. മറ്റൊന്നാണ് ഏത്? ജലത്തിൽ ലയിക്കുന്നവ. അപ്പോൾ ശ്രദ്ധിക്കുക, ജീവകങ്ങളെ അവയുടെ ലേയത്വം അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. ഇനി ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്? ശ്രദ്ധിക്കുക, ADEK. വൈറ്റമിൻസ് ADEK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. അതുപോലെ ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. അപ്പോൾ ഓർക്കുക, വൈറ്റമിൻസിനെ ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. ആദ്യമായി പേര് നൽകിയ വ്യക്തി ആരാണ്? കാസിമർ ഫങ്ക് ആണ്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? വൈറ്റമിൻസിനെ അവയുടെ ലേയത്വം അനുസരിച്ച് നമുക്ക് എത്രയായി തരംതിരിക്കാം? രണ്ടായി തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയും അതുപോലെ ജലത്തിൽ ലയിക്കുന്നവയും. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ? ADEK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. അതുപോലെ ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനായ എയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PSCയുടെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ടോപ്പിക്കാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ എയെ പറ്റിയും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. വൈറ്റമിൻ എ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക, വൈറ്റമിൻ എയുടെ രാസനാമം അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? റെറ്റിനോൾ. ഓർക്കുക, വൈറ്റമിൻ എയുടെ രാസനാമമാണ് എന്ത്? റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇത് എവിടെയാണ് ശേഖരിക്കപ്പെടുന്നത്? കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഓർക്കുക, കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ ആണ്. അതുപോലെ PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? ഏതാണ്? വൈറ്റമിൻ എ ആണ്. അതുപോലെ ഏതിൻ്റെയൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് ഏത് പറയുന്നത്? വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ. അപ്പോൾ ഓർക്കുക, വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നതാണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ എ. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ എ ആണ്. അതുപോലെ ശ്രദ്ധിക്കുക, ഇലക്കറികളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓർത്തു വയ്ക്കുക, ഇലക്കറികളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇലക്കറികളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. അതുപോലെ
വൈറ്റമിൻ എയുടെ ആദ്യ രൂപത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബീറ്റാ കരോട്ടിൻ. ഓർത്തു വയ്ക്കുക, വൈറ്റമിൻ എയുടെ ആദ്യ രൂപത്തെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ബീറ്റാ കരോട്ടിൻ എന്നറിയപ്പെടുന്നത്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ബീറ്റാ കരോട്ടിനെയാണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത്. അതായത് വൈറ്റമിൻ എയുടെ ആദ്യ രൂപത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബീറ്റാ കരോട്ടിൻ. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതും എന്തിനെ തന്നെയാണ്? ബീറ്റാ കരോട്ടിനെയാണ്. ഇനി ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ? പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. ഓർക്കുക, നിശാന്തത, സിറോഫ്താൽമിയ. അതുപോലെ മറ്റൊരു അപര്യാപ്തത രോഗം കൂടി ഉണ്ട്, ഏതാണ്? കെരാറ്റോമലേഷ്യ. അപ്പൊ ഏതൊക്കെയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ? നിശാന്തത, സിറോഫ്താൽമിയ, അതുപോലെ കെരാറ്റോമലേഷ്യ എന്നിവയാണ് വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ. എന്താണ് ഈ നിശാന്തത എന്നറിയപ്പെടുന്നത്? അതായത് നമുക്ക് രാത്രി സമയങ്ങളിൽ കാഴ്ച സാധ്യമാവാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? നിശാന്തത എന്നറിയപ്പെടുന്നു. ഇനി എന്താണ് സിറോഫ്താൽമിയ? അതായത് നമ്മുടെ കണ്ണിന്റെ കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്നറിയപ്പെടുന്നത്? സിറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. സിറോഫ്താൽമിയ എന്താണ്? കണ്ണിന്റെ കോർണിയ, കണ്ണിന്റെ മുൻഭാഗമായിട്ടുള്ള കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സിറോഫ്താൽമിയ. അപ്പോൾ ഓർക്കുക, നിശാന്തത, സിറോഫ്താൽമിയ, അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് ഏത്? കെരാറ്റോമലേഷ്യ. ഇത് മൂന്നും വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ, കെരാറ്റോമലേഷ്യ എന്നിവ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ്. വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട സ്രോതസ് നമ്മൾ പറഞ്ഞു, ഏതാണ്? ഇലക്കറികളാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇലക്കറികളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്. അതുപോലെ മറ്റെവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? ക്യാരറ്റ്, പാലുൽപ്പന്നങ്ങൾ, കരൾ തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ എ അധികമായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഏതൊക്കെ? ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, കരൾ, ക്യാരറ്റ് തുടങ്ങിയവ വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ എ അടങ്ങിയ ഒരു നെല്ലിനമുണ്ട്. എന്താണ് പേര്? സുവർണ നെല്ല്. സുവർണ നെല്ല് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ്. ഓർത്തു വയ്ക്കുക, സുവർണ നെല്ല് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ് വൈറ്റമിൻ എ അടങ്ങിയ ഒരു നെല്ലിനമാണ് എന്തെന്നറിയപ്പെടുന്നത്? സുവർണ നെല്ല് അല്ലെങ്കിൽ ഗോൾഡൻ റൈസ്. അതായത് ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു നെല്ലിനമാണ് സുവർണ നെല്ലെന്നറിയപ്പെടുന്നത്. ഇതിൽ വൈറ്റമിൻ എ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്ത കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ് ഏത് പറയുന്നത്? ജീവകം ഡി എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം, ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ രാസനാമമാണ് ഏത്? കാൽസിഫെറോൾ. ഓർത്തു വയ്ക്കുക, ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ എന്നാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ജീവകം ഡി എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ ത്വക്കിനടിയിൽ അല്ലെങ്കിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത് അല്ലേ? നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഡി. എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി എന്നറിയപ്പെടുന്നത്. അതായത് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടു കൂടി ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് ഏത് പറയുന്നത്? വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക, സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സഹായത്തോടു കൂടി ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ. ഇനി ശ്രദ്ധിക്കുക, ഇത് എന്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്? എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ജീവകം ഡി ആണ്. ഓർത്തു വയ്ക്കുക, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത്. അതുപോലെ ശ്രദ്ധിക്കുക, എല്ലുകൾ അല്ലെങ്കിൽ അസ്ഥികളിൽ കൂടുതലായിട്ടുള്ളൊരു സംയുക്തമുണ്ട്, ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലേ? ഇപ്പോൾ ഓർക്കുക, എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന സംയുക്തമാണ് ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഇപ്പം നമുക്ക് അവിടെ നിന്നുകൊണ്ട് മറ്റൊരു പോയിന്റ് കൂടെ പറയാമല്ലോ. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ ഡി തന്നെയാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ ഡി ആണ്.
അപ്പോൾ ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് എന്ത്? കാൽസിഫെറോൾ എന്ന് പറയുന്നത്. അതുപോലെ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സഹായത്തോടുകൂടി ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ എന്നാണ് PSC പരീക്ഷകളിൽ സാധാരണ കണ്ടുവരാറുള്ളത്. അങ്ങനെ ചോദിച്ചാലും ഏത് തന്നെയാണ്? വൈറ്റമിൻ ഡി തന്നെയാണ്, ഓർത്തു വയ്ക്കുക. അതുപോലെ ഓർക്കുക, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത് തന്നെയാണ്? വൈറ്റമിൻ ഡി ആണ്. അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി ശ്രദ്ധിക്കുക, പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ്? അതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ഏത്? വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഈ വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു, അത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം പറയാൻ പറ്റും. പിന്നെ ഏതൊക്കെയാണുള്ളത്? പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മത്സ്യ എണ്ണ. ഇത് ഓർത്തു വയ്ക്കുക, മത്സ്യ എണ്ണ ശ്രദ്ധിച്ചു വയ്ക്കുക. അതായത് ഏതിലൊക്കെയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മത്സ്യ എണ്ണ എന്നിവയാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. അതുപോലെ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് 2 രൂപത്തിലാണ് കാണപ്പെടുന്നത്. ജീവകം ഡി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 രൂപത്തിലാണ് കാണപ്പെടുന്നത്. D2 ഉണ്ട്, അതുപോലെ D3 ഉണ്ട്. D2 ഉണ്ട്, D3 ഉണ്ട്. ഈ D2വിൻ്റെ പേരെന്താണ്? D2 അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ D2വിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. എന്തെന്നാണ് അറിയപ്പെടുന്നത്? എർഗോസ്റ്റിറോൾ. ഇപ്പോൾ വൈറ്റമിൻ D2 അറിയപ്പെടുന്ന പേരെന്താണ്? എർഗോസ്റ്റിറോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ D3 അറിയപ്പെടുന്ന പേരാണ് എന്ത്? കോൾ കാൽസിഫെറോൾ. D3 അറിയപ്പെടുന്ന പേരെന്താണ്? കോൾ കാൽസിഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മത്സ്യ എണ്ണ എന്നിവയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. അതുപോലെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 രൂപത്തിലാണ് കാണപ്പെടുന്നത്. D2 ഉണ്ട്, അതുപോലെ D3 ഉണ്ട്. D2വിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്ത്? എർഗോസ്റ്റിറോൾ. ഓർത്തു വയ്ക്കുക, D2 എന്താണ്? എർഗോസ്റ്റിറോൾ ആണ്. D3 എന്താണ്? കോൾ കാൽസിഫെറോൾ. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തു വയ്ക്കുക. വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന്, സൺഷൈൻ വൈറ്റമിൻ. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? വൈറ്റമിൻ ഡി എ ആണ്. ജീവകം ഡി എ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ മറ്റൊരു പേരുണ്ട്, സ്റ്റിറോയിഡ് വൈറ്റമിൻ. ഓർത്തു വയ്ക്കുക, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? വൈറ്റമിൻ ഡി എ തന്നെയാണ്. ഇപ്പോൾ ഓർക്കുക, വൈറ്റമിൻ ഡിയുടെ പേരുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? വൈറ്റമിൻ ഡി എ ആണ്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഓർത്തു വയ്ക്കുക, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ട്. അതുപോലെ ഓസ്റ്റിയോമലേഷ്യ. ഇത് രണ്ടും വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. ഓർത്തു വയ്ക്കുക, ഈ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അതുപോലെ ഓസ്റ്റിയോമലേഷ്യ ഇത് രണ്ടും ഏതിനെ തന്നെയാണ് ബാധിക്കുന്നത്? അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏത് പറയുന്നത്? കണയും അതുപോലെ ഓസ്റ്റിയോമലേഷ്യയും ഏതിനെയാണ് ബാധിക്കുന്നത്? അസ്ഥികളെയാണ് ബാധിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ അപര്യാപ്തത കൊണ്ട് കുട്ടികളെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കണയാണ്. ഓർത്തു വയ്ക്കുക, വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് കുട്ടികളെ ബാധിക്കുന്ന രോഗമാണേത്? കണ എന്നറിയപ്പെടുന്നത്. അതുപോലെ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് മുതിർന്നവരെ ബാധിക്കുന്ന രോഗമാണേത്? ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ ഓർത്തു വയ്ക്കുക, കുട്ടികളെ ബാധിക്കുന്ന രോഗം ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. അതുപോലെ മുതിർന്നവരെ ബാധിക്കുന്ന രോഗമാണേത്? ഓസ്റ്റിയോമലേഷ്യ. ഇത് രണ്ടും ബാധിക്കുന്നത് ഏതിനെയാണ്? അസ്ഥികളെയാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങളാണ് ഏതൊക്കെ? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ. കൊഴുപ്പിൽ ലയിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്.
ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ടോക്കോഫിറോൾ. ഓർത്തു വയ്ക്കുക, ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഓർക്കുക, ജീവകം ഇ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ജീവകം ഇ ആണ്. അതുപോലെ ഓർക്കുക, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? വൈറ്റമിൻ ഇയെ തന്നെയാണ്. അതുപോലെ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ഓർക്കുക, പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതിനെയാണ്? ജീവകം ഇ ആണ് അല്ലെങ്കിൽ ടോക്കോഫിറോളിനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ പേരുകളിലാണ് വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന എന്തിനെയാണ്? വൈറ്റമിൻ ഇ ആണ് അല്ലെങ്കിൽ ടോക്കോഫിറോളിനെയാണ്. ഇനി ശ്രദ്ധിക്കുക, മറ്റു പേരുകൾ കൂടിയുണ്ട്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന പേരുണ്ട്, എന്താണ്? ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഇ. അതോടൊപ്പം ശ്രദ്ധിക്കുക, നിരോക്സീകാരിയായ വൈറ്റമിൻ. ഓർത്തു വയ്ക്കുക, നിരോക്സീകാരിയായ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? ജീവകം ഇയെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി ഓർക്കുക. ശാസ്ത്രീയ നാമം, ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നു. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നു. അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതിനെയാണ്? ജീവകം ഇയെ തന്നെയാണ്. അതുപോലെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകവും ഏതാണ്? ജീവകം ഇ ആണ്. ഓർക്കുക, നിരോക്സീകാരിയായ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? ജീവകം ഇ ആണ്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഇയുടെ ആവശ്യകത എന്താണ്? ഓർക്കുക, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഏത്? ജീവകം ഇ എന്നറിയപ്പെടുന്നത്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തു വയ്ക്കുക. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഈ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് എവിടെയാണ്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകമാണ് ഏത്? വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഓർക്കുക, സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ, സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്? മത്സ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് പറഞ്ഞു? വൈറ്റമിൻ ഡി ആണെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ഓർക്കുക, സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്? മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് എന്തെന്നറിയപ്പെടുന്നു? വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ ഇയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി എന്നറിയപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടത്? ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറഞ്ഞു അല്ലേ? വൈറ്റമിൻ ഇയുടെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അഭാവം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി എന്ന് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, കൊഴുപ്പിൽ ലയിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് ഏത്? ജീവകം കെ എന്നറിയപ്പെടുന്നത്. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഓർക്കുക, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ. ഇതും പ്രീവിയസ് ആണ്, ഓർത്തു വയ്ക്കുക. ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. അതുപോലെ ശ്രദ്ധിക്കുക, ജീവകം കെയുടെ ധർമ്മം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തു വയ്ക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ കെ എന്നറിയപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ കെ എന്നറിയപ്പെടുന്നത്.
അതുപോലെ ശ്രദ്ധിക്കുക, രക്തം കട്ടപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന രക്തകോശമാണെങ്കിൽ ഏതാണ്? അത് പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലേ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണെങ്കിൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണെങ്കിൽ ഏതാണ്? അത് ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യം ആണ്. അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ് ആണ്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? വൈറ്റമിൻ കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണെങ്കിൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണെങ്കിൽ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ആണെങ്കിൽ ഏതാണ്? ത്രോംബോകൈനേസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് എന്തെന്ന് പറഞ്ഞു? ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നു. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ്. എന്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? ജീവകം കെ എന്നറിയപ്പെടുന്നു. അതുപോലെ ഓർക്കുക, ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ഏത്? വൈറ്റമിൻ കെ എന്നറിയപ്പെടുന്നത്. ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം കെ എന്ന് അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കാം, വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ. ഓർക്കുക, വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ക്യാബേജ്, കോളിഫ്ലവർ. അതുപോലെ വേറെ എന്തിലൊക്കെ കാണപ്പെടുന്നുണ്ട്? മുട്ട, മത്സ്യം, മാംസം തുടങ്ങിയവയിൽ വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം തുടങ്ങിയവയാണ് വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. ഈ വൈറ്റമിൻ കെ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന്, കൊയാഗുലേഷൻ വൈറ്റമിൻ. ഓർത്ത് വയ്ക്കുക, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? വൈറ്റമിൻ കെ ആണ്. എന്തുകൊണ്ടാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? നമുക്കറിയാം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത് പറഞ്ഞത്? വൈറ്റമിൻ കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ എന്ന് പറഞ്ഞു. ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റമിൻ കെ അറിയപ്പെടുന്ന പേരെന്താണ്? കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരു പേരും കൂടി ഉണ്ട്, എന്താണ്? ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ. ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? വൈറ്റമിൻ കെ ആണ്. എന്താണ് ഹെമറേജ് എന്ന് പറയുന്നത്? അതായത് അമിത രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ഹെമറേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ രക്തസ്രാവം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ ഓർക്കുക, ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതിനെയാണ്? വൈറ്റമിൻ കെ ആണ്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഹെമറേജ്, മറ്റൊന്ന് ഹീമോഫീലിയ. ഓർത്ത് വയ്ക്കുക, ഹെമറേജ്, ഹീമോഫീലിയ എന്നിവയാണ് വൈറ്റമിൻ കെയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. നമുക്കറിയാം, ഹീമോഫീലിയ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയൊരു മുറിവുണ്ടായാൽ തന്നെ അമിതമായിട്ട് രക്തം നഷ്ടമാകുന്ന അവസ്ഥയാണ് ഏത് പറയുന്നത്? ഹീമോഫീലിയ എന്നറിയപ്പെടുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഹീമോഫീലിയ ഒരു ജനിതക രോഗമായിട്ടാണ് കണക്കാക്കാറുള്ളത്. എന്നാലും വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമായിട്ടും ഏത് പറയുന്നുണ്ട്? ഹീമോഫീലിയ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഹെമറേജ്, ഏറ്റവും പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗം ഏതാണ്? വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗമാണ് ഹെമറേജ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഹീമോഫീലിയയും വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗം തന്നെയാണ്. ഹെമറേജ് അപര്യാപ്തത രോഗമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വൈറ്റമിൻ കെ ആണ്. അപ്പോൾ ഇത്രയുമാണ് വൈറ്റമിൻ കെയെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ തണുക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ കെ ആണ്. അതുപോലെ കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചാലും ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഓർക്കുക, കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ ആണെങ്കിൽ ഏതാണ്? വൈറ്റമിൻ എ ആണ്. എന്നാൽ കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചാൽ അത് വൈറ്റമിൻ കെ ആണ്. അതുപോലെ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഓർത്ത് വയ്ക്കുക, വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നു. അപര്യാപ്തത രോഗങ്ങളാണ് ഹെമറേജ്, ഹീമോഫീലിയ എന്നിവ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസുകളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ? ബിയും ഉണ്ട്, അതുപോലെ സിയും ഉണ്ട്.
ഇതിൽ ശ്രദ്ധിക്കുക, വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരൊറ്റ വൈറ്റമിനായിട്ടല്ല കാണപ്പെടുന്നത്. അത് ഒരു കൂട്ടം വൈറ്റമിൻസ് ആണ്. B1, B2, B3 എന്നിങ്ങനെയുള്ള ഒരു കൂട്ടം വൈറ്റമിൻസിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓർക്കുക, ബി എന്ന് പറയുന്ന ഒരു ഒറ്റ വൈറ്റമിനായിട്ടല്ല കാണപ്പെടുന്നത്, അതൊരു കോംപ്ലക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റമിൻ ബിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ജീവകം ബി, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവയെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ജീവകം ബി ആണ്. അതുപോലെ ഓർക്കുക, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിനും ഏതാണ്? ജീവകം ബി ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ബി ആണ്. അതുപോലെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ബി തന്നെയാണ്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ബി ആണ്. അതുപോലെ ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ബി ആണ്. അപ്പോൾ ഓർക്കുക, ഇത് വൈറ്റമിൻ ബിയുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു വൈറ്റമിനായിട്ട് അല്ല ഇരിക്കുന്നത്, ഒന്നിലേറെ വൈറ്റമിൻസ് കൂടി ചേർന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകത നമ്മൾ ഇനി എടുത്ത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമുക്ക് വൈറ്റമിൻ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് പറഞ്ഞത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ബി കോംപ്ലക്സിലുള്ള വൈറ്റമിൻസ് ആണ്. അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഏതാണ്? ബി കോംപ്ലക്സിലുള്ള വൈറ്റമിൻ ആണ്. അതുപോലെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ധാന്യങ്ങളുടെ തവിട്, അതുപോലെ മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതും ഏതാണ്? ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത്, ജീവകങ്ങളുടെ രാസനാമങ്ങൾ. ബി എന്ന് പറയുന്ന ആ വൈറ്റമിൻസിൽ അടങ്ങിയിട്ടുള്ള ജീവകങ്ങളുടെ രാസനാമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. PSC പരീക്ഷകൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഓരോ വൈറ്റമിൻസും ബി കോംപ്ലക്സിനകത്തുള്ള ഓരോ വൈറ്റമിൻസും അതുപോലെ അവയുടെ രാസനാമങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ നാമങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. വൈറ്റമിൻ B1 എന്ന വൈറ്റമിൻ്റെ രാസനാമം എന്താണ്? ഓർത്ത് വയ്ക്കുക, തയാമിൻ എന്നതാണ്. B1ന്റെ രാസനാമം എന്താണ്? തയാമിനാണ്. തൈമിനല്ല, അത് ഓർത്ത് വയ്ക്കുക. തയാമിൻ എന്നതാണ് B1ന്റെ രാസനാമം. അതുപോലെ ഓർക്കുക, B2, വൈറ്റമിൻ B2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ എന്നതാണ് B2ന്റെ രാസനാമം. അപ്പോൾ ഓർക്കുക, B1ന്റെ രാസനാമം എന്താണ് പറഞ്ഞത്? തയാമിൻ എന്ന് പറഞ്ഞു. B2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ എന്നതാണ്. അതുപോലെ B3യുടെ രാസനാമമാണ് എന്ത്? നിയാസിൻ എന്നറിയപ്പെടുന്നു. നിയാസിൻ. ഈ B3 തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നതും ഏതാണ്? B3 ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? B3 ആണ്. ഇപ്പോൾ B1ന്റെ രാസനാമമാണ് തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഇനി ശ്രദ്ധിക്കുക, അടുത്ത വൈറ്റമിൻ ആണ് ഏത്? B4 ഇല്ല. ഓർക്കുക, B4 അല്ല ഉള്ളത്, B5 ആണുള്ളത്. B5ന്റെ രാസനാമമാണ് എന്ത്? പാൻറ്റോതെനിക് ആസിഡ്. ഓർത്ത് വയ്ക്കുക, B5ന്റെ രാസനാമം എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് എന്നതാണ് B5ന്റെ രാസനാമം. അതുപോലെ അടുത്ത വൈറ്റമിൻ ആണ് B6 എന്നറിയപ്പെടുന്നത്. B6, ഈ B6 അറിയപ്പെടുന്ന പേരാണ് എന്ത്? പിരിഡോക്സിൻ. B6ന്റെ രാസനാമം ശ്രദ്ധിക്കുക, പിരിഡോക്സിൻ. അപ്പോൾ B5 എന്തായിരുന്നു? പാൻറ്റോതെനിക് ആസിഡ് എന്നതാണ്. B6 എന്താണ്? പിരിഡോക്സിൻ ആണ്. അതുപോലെ B7, PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്നാണ് B7 എന്നറിയപ്പെടുന്നത്. B7ന്റെ രാസനാമം എന്താണ്? ബയോട്ടിൻ എന്നതാണ്. ഓർത്തു വയ്ക്കുക, B7ന്റെ രാസനാമം എന്താണ്? ബയോട്ടിൻ. ഇപ്പോൾ B5 അറിയപ്പെടുന്ന പേര് പാൻറ്റോതെനിക് ആസിഡ്, B6 അറിയപ്പെടുന്ന പേര് പിരിഡോക്സിൻ, B7 എന്താണ്? ബയോട്ടിൻ. അടുത്ത ഓർക്കുക, B8 ഇല്ല, B9 ആണുള്ളത്. B9ന്റെ രാസനാമമാണ് എന്ത്? ഫോളിക് ആസിഡ്. ഓർത്ത് വയ്ക്കുക, B9ന്റെ രാസനാമം എന്താണ്? ഫോളിക് ആസിഡ് ആണ്. അതുപോലെ മറ്റൊരു ബി കോംപ്ലക്സിലുള്ള മറ്റൊരു വൈറ്റമിൻ ആണ് ഏത്? B12ന്റെ രാസനാമമാണ് ഏത്? സയാനോകൊബാലമിൻ. ഓർത്ത് വയ്ക്കുക, സയാനോകൊബാലമിൻ ഏതാണ്? B12ന്റെ രാസനാമമാണ്.
സയാനോ കൊബാലമിൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രധാനപ്പെട്ട ബി കോംപ്ലക്സിലുള്ള വൈറ്റമിൻസ് ആണ് ഏതൊക്കെ? B1. B1ന്റെ രാസനാമമാണ് തയാമിൻ. B2വിന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലേവിൻ എന്നാണ്. B3 എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ്. B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 എന്താണ്? സയാനോ കൊബാലമിൻ. ഇനി നമുക്ക് ഓരോ വൈറ്റമിൻസിന്റെയും പ്രത്യേകതകൾ കൂടി നോക്കാം. B1 വൈറ്റമിൻ B1 എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രാസനാമം എന്താണ് പറഞ്ഞു? തയാമിൻ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? B1നെയാണ്. ഓർക്കുക, B1 എവിടെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്? അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? B1 ആണ്. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ ആണ്. അതുപോലെ എന്താണ് ഇതിൻ്റെ ധർമ്മം? കാർബോഹൈഡ്രേറ്റുകളെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? B1 അല്ലെങ്കിൽ തയാമിൻ എന്നറിയപ്പെടുന്നത്. ഓർക്കുക, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യങ്ങളെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1 ആണ്. അതുപോലെ ശ്രദ്ധിക്കുക, അമിത മദ്യപാനികളുടെ മദ്യാസക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റമിനും ഏതാണ്? തയാമിൻ അല്ലെങ്കിൽ B1 ആണ്. ഓർത്ത് വയ്ക്കുക, അമിത മദ്യപാനികളുടെ മദ്യാസക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റമിനും ഏതാണ്? B1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ എന്നറിയപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റുകളെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1 ആണ്. അതുപോലെ അമിത മദ്യപാനികളുടെ മദ്യാസക്തി കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിനാണ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ മറ്റൊന്നാണ് ഏത്? B2 എന്നറിയപ്പെടുന്നത്. B2വിന്റെ രാസനാമം എന്ത് പറഞ്ഞത്? റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞു അല്ലേ? B2 ആണ് ഏത്? റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്നത്. ഇതിൽ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റുകളുണ്ട്. ഒന്നെന്താണ്? പാൽ കറന്നാലുടൻ കാണപ്പെടുന്ന നേരിയ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. ഓർത്ത് വയ്ക്കുക, പാൽ കറന്നാലുടൻ കാണപ്പെടുന്ന നേരിയ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും എന്താണ്? പാൽ കറന്ന് വെച്ചിരുന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ആ മഞ്ഞ നിറം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി പോകും അല്ലേ? ആദ്യ സമയത്ത് മാത്രമാണ് ആ ഒരു നേരിയ മഞ്ഞ നിറം കാണപ്പെടുന്നത്. അതിന് കാരണമാകുന്ന വൈറ്റമിനെയാണ് ഏത് പറയുന്നത്? വൈറ്റമിൻ B2 എന്നറിയപ്പെടുന്നത്. അതുപോലെ ശ്രദ്ധിക്കാം, മഞ്ഞ നിറം അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നഷ്ടമാകുന്ന ജീവകമാണ് ഏത്? ജീവകം B2. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യമേറ്റാൽ നശിച്ചു പോകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B2 ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പാൽ കറന്നാലുടൻ കാണപ്പെടുന്ന നേരിയ മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വൈറ്റമിനാണ് ഏത്? B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ B2 ആണ്. അതുപോലെ മറ്റൊരു വൈറ്റമിൻ നമ്മൾ പറഞ്ഞതാണ് വൈറ്റമിൻ B3 അല്ലെ? B3യുടെ പേരെന്താണ് പറഞ്ഞത്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് പറഞ്ഞു. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. എന്താണ്? ഓർമ്മശക്തി നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? B3 എന്നറിയപ്പെടുന്നത്. B3 അല്ലെങ്കിൽ നിയാസിൻ. B3 അല്ലെങ്കിൽ നിയാസിൻ എന്തിനു സഹായിക്കുന്നുണ്ട്? ഓർമ്മശക്തി നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? B3 അല്ലെങ്കിൽ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ഓർത്ത് വയ്ക്കുക, ഓർമ്മശക്തി നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? B3 അല്ലെങ്കിൽ. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B12. B12 എന്താണ്? B12ന്റെ പേര് സയാനോ കൊബാലമിൻ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സയാനോ കൊബാലമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? ഓർത്ത് വയ്ക്കുക, വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം B12 എന്നറിയപ്പെടുന്നത്. വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B12 എന്നറിയപ്പെടുന്നത്. അതുപോലെ ശ്രദ്ധിക്കുക, ഈ ജീവകം B12 അടങ്ങിയിട്ടുള്ള ഒരു ലോഹമാണ് ഏത്? കൊബാൾട്ട്. നമ്മൾ പേര് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലേ, സയാനോ കൊബാലമിൻ. അപ്പോൾ എന്താണ് അടങ്ങിയിട്ടുള്ളത്? കൊബാൾട്ടാണ് അടങ്ങിയിട്ടുള്ളത്. B12 അടങ്ങിയിട്ടുള്ള ഒരു ലോഹമാണ് ഏത്? കൊബാൾട്ട് എന്നറിയപ്പെടുന്നത്. അതുപോലെ ശ്രദ്ധിക്കുക, സയനൈഡ് പോയിസൺസിന് എന്താണ് പ്രതിവിധിയായിട്ട് നൽകുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? B12 ആണ്. സയനൈഡ് വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് നൽകുന്ന വൈറ്റമിനും ഏതാണ്? B12 ആണ്. അതുപോലെ മറ്റൊരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനാണ് ഏത്? B12 അല്ലെങ്കിൽ
സയാനോ കൊബാലമിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ B12ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് B12 എന്നറിയപ്പെടുന്നു. അതിലടങ്ങിയിട്ടുള്ള ലോഹമാണേത്? കൊബാൾട്ട്. അതുപോലെ സയനൈഡ് വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് കൊടുക്കുന്ന ജീവകവും ഏത് തന്നെയാണ്? B12 തന്നെയാണ്. അതുപോലെ ശ്രദ്ധിക്കാം, മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? B12 ആണ്. ഇനി നമുക്കറിയാം എലിസ ടെസ്റ്റ്. എന്തിനുപയോഗിക്കുന്ന ടെസ്റ്റാണ് എലിസ എന്ന് പറയുന്നത്? എയ്ഡ്സിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റാണ് ഏത് പറയുന്നത്? എലിസ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് അല്ലെ. എയ്ഡ്സിന്റെ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റാണ് ഏത്? എലിസ ടെസ്റ്റ്. ഈ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ഏത്? B7. എന്താണ് B7? ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. B7ന്റെ രാസനാമമാണ് എന്ത്? ബയോട്ടിൻ എന്നറിയപ്പെടുന്നത്. എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്? എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ്. അതുപോലെ മറ്റൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കുക. എലിസ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു എയ്ഡ്സിന്റെ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. എയ്ഡ്സ് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ എയ്ഡ്സ് തിരിച്ചറിയുന്നതിന് വേണ്ടി എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. എയ്ഡ്സ് ആണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്. ഓർത്ത് വയ്ക്കുക, എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ഏത് പറയുന്നത്? വെസ്റ്റേൺ ബ്ലോട്ട് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? എലിസയിലും വെസ്റ്റേൺ ബ്ലോട്ടിലും ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ്. ഓർത്ത് വയ്ക്കുക, എലിസ ടെസ്റ്റിനും അതുപോലെ തന്നെ എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ബ്ലോട്ടിലും ഉപയോഗിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? B7 അല്ലെങ്കിൽ ബയോട്ടിൻ. അതുപോലെ ശ്രദ്ധിക്കുക, രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ഒരു വൈറ്റമിൻ ഉണ്ട്. ഏതാണ്? B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് ഏത്? B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഈ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ B9 മാത്രമല്ല, അതുപോലെ തന്നെ B12 സയാനോ കൊബാലമിനും എന്തിനു സഹായിക്കുന്നുണ്ട്? രക്തകോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രധാനപ്പെട്ടത് ഏതാണ്? രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ആണ്. ഇത് കൂടാതെ തന്നെ B12 ഇതിന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതാണ്? വൈറ്റമിൻ K ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഇവിടെയും ഉണ്ട് വൈറ്റമിൻസ്. B7ഉം B5ഉം Kയുമാണ് എന്തെന്ന് പറയുന്നത്? ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? B7, B5, K എന്നിവയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട B കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ രാസനാമങ്ങളെല്ലാം അറിഞ്ഞു വച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഓർത്തു വയ്ക്കുക. ഇതിൽ കൂടുതലും എന്താണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് B കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതിൽ B1, B2, B3, B5, B6, B7, B9, B12 എന്നിവയാണ് പ്രധാനപ്പെട്ട B കോംപ്ലക്സ് വൈറ്റമിൻസ്. അവയുടെ രാസനാമങ്ങളെല്ലാം തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട B കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ രാസനാമങ്ങളെല്ലാം അറിഞ്ഞു വച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഓർത്തു വയ്ക്കുക. ഇതിൽ കൂടുതലും എന്താണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് B കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതിൽ B1, B2, B3, B5, B6, B7, B9, B12 എന്നിവയാണ് പ്രധാനപ്പെട്ട B കോംപ്ലക്സ് വൈറ്റമിൻസ്. അവയുടെ രാസനാമങ്ങളെല്ലാം തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ B കോംപ്ലക്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളും രാസനാമങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് B കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. PSCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് കൂടിയാണ് ഏത്? അപര്യാപ്തത രോഗങ്ങൾ. ഇതിൽ തന്നെ B കോംപ്ലക്സിന്റെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട B കോംപ്ലക്സ് വൈറ്റമിൻസും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കുക, ആദ്യത്തേത് ഏതാണ്? B1 എന്നറിയപ്പെടുന്നു. B1ന്റെ രാസനാമം നമ്മൾ പറഞ്ഞു. എന്താണ്? തയാമിൻ എന്ന് പറഞ്ഞു അല്ലേ. ഈ തയാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? ബെറിബെറി. ഓർത്ത് വയ്ക്കുക, ബെറിബെറി. B1ന്റെ അപര്യാപ്തത രോഗമാണ് ഏത്? ബെറിബെറി. എന്താണ് ബെറിബെറി എന്ന വാക്കിന്റെ അർത്ഥം? ഐക്കാണ്ട് എന്നതാണ് ബെറിബെറി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഓർക്കുക, B1ന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത് പറയുന്നത്? ബെറിബെറി എന്നറിയപ്പെടുന്നത്.
അതുപോലെ ശ്രദ്ധിക്കുക, അടുത്ത വൈറ്റമിൻ ആണ് ഏത്? B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. ഈ B2വിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണിത് ത്വക്ക് വിണ്ടുകീറൽ എന്നറിയപ്പെടുന്നത്. ത്വക്ക് വിണ്ടുകീറൽ B2വിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ്. അതുപോലെ ഇത് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താണ്? അരിബോഫ്ലേവിനോസിസ് എന്നറിയപ്പെടുന്നതും B2വിൻ്റെ അപര്യാപ്തതാ രോഗം തന്നെയാണ്. ഓർത്തു വയ്ക്കുക, അരിബോഫ്ലേവിനോസിസ് എന്നറിയപ്പെടുന്നത് എന്താണ്? B2വിൻ്റെ അപര്യാപ്തതാ രോഗമാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, B2വിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? അരിബോഫ്ലേവിനോസിസ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ത്വക്ക് വിണ്ടുകീറൽ എന്നറിയപ്പെടുന്നതും B2വിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന അവസ്ഥ തന്നെയാണ്. ഓക്കെ, അടുത്തതാണ് ഏത്? B3, ജീവകം B3. ഈ B3യുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. ഇത് ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വയ്ക്കുക, B3യുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. അപ്പോൾ ഓർക്കുക, B1ൻ്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? ബെറിബെറിയാണ്. B2വിൻ്റെ അപര്യാപ്തതാ രോഗം ത്വക്ക് വിണ്ടുകീറൽ അല്ലെങ്കിൽ അരിബോഫ്ലേവിനോസിസ് ആണ്. B3യുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. അതുപോലെ ഓർക്കുക, B5ൻ്റെ പേരെന്താണ് പറഞ്ഞത്? പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറഞ്ഞു അല്ലേ? ഈ B5ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? പരസ്തേഷ്യ എന്നറിയപ്പെടുന്നത്. B5ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? പരസ്തേഷ്യ എന്നറിയപ്പെടുന്നത്. അതുപോലെ B6ൻ്റെ പേരെന്തായിരുന്നു? പിരിഡോക്സിൻ എന്നായിരുന്നു അല്ലേ? ഈ B6ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? മൈക്രോസൈറ്റിക് അനീമിയ. ഓർത്തു വയ്ക്കുക, B6ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? മൈക്രോസൈറ്റിക് അനീമിയ. അതുപോലെ മറ്റൊന്നാണ് ഏത്? B7 എന്നറിയപ്പെടുന്നത്. B7 ബയോട്ടിൻ. ഈ ബയോട്ടിൻ്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? എക്സിമയും ഉണ്ട്, അതുപോലെ ഡെർമറ്റൈറ്റിസും ഉണ്ട്. എക്സിമ അല്ലെങ്കിലും ഡെർമറ്റൈറ്റിസ്. എക്സിമ അതുപോലെ ഡെർമറ്റൈറ്റിസ്, ഇത് രണ്ടും എന്തിനെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെ തന്നെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, B7 അല്ലെങ്കിൽ ബയോട്ടിൻ്റെ അപര്യാപ്തതാ രോഗങ്ങളിൽ വരുന്നതാണ് ഏത്? ഡെർമറ്റൈറ്റിസും അതുപോലെ എക്സിമയും. അതുപോലെ ശ്രദ്ധിക്കാം, B9ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നറിയപ്പെടുന്നു. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓർത്തു വയ്ക്കുക, B9ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത മറ്റൊന്നാണ് ഏത്? B12ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? പെർനീഷ്യസ് അനീമിയ. ഓർത്തു വയ്ക്കുക, B12ൻ്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ശ്രദ്ധിക്കുക, അനീമിയ വരുന്നത് 3 അവസ്ഥകളിലാണ് വരുന്നത്. അതായത് B6, B9, B12. ഇതിൻ്റെ 3 അപര്യാപ്തതാ രോഗങ്ങളിൽ വരുന്നുണ്ട് ഏത്? അനീമിയാണ് വരുന്നത്. B6 ശ്രദ്ധിക്കുക, ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയ. B9 എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ഇപ്പോൾ ശ്രദ്ധിക്കുക, B1ൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഏത്? ബെറിബെറി എന്നറിയപ്പെടുന്നു. B2വിൻ്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? ത്വക്ക് വിണ്ടുകീറൽ അല്ലെങ്കിൽ അരിബോഫ്ലേവിനോസിസ് ആണ്. അതുപോലെ B3യുടെ അപര്യാപ്തതാ രോഗമാണ് ഏത്? പെല്ലഗ്ര. B5ൻ്റെ അപര്യാപ്തതാ രോഗം പരസ്തേഷ്യയാണ്. B6ൻ്റെ ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയയാണ്. B7ൻ്റെ ഏതാണ്? ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ. അടുത്ത B9ൻ്റെ അപര്യാപ്തതാ രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. B12ൻ്റെ അപര്യാപ്തതാ രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, എന്താണ്? ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ബയോട്ടിൻ ആണ്. ബയോട്ടിൻ അല്ലെങ്കിൽ B7നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ജീവകം H എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. B കോംപ്ലക്സ് വൈറ്റമിൻസിലുള്ളതാണ് ഏത്? B7 എന്നറിയപ്പെടുന്നത്. ഈ B7 അല്ലെങ്കിൽ ബയോട്ടിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജീവകം H എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഓർത്തു വയ്ക്കുക, ജീവകം G എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ജീവകം G എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? റൈബോഫ്ലേവിനെയാണ്. റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ B2വിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജീവകം G എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. ജീവകം H എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ബയോട്ടിനെയാണ് അല്ലെങ്കിൽ B7നെയാണ്. അതുപോലെ ജീവകം G എന്നറിയപ്പെടുന്ന എന്തിനെയാണ്?
B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിനെയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ജീവകം H എന്താണ്? ബയോട്ടിൻ അല്ലെങ്കിൽ B7 ആണ്. ജീവകം G എന്താണ്? റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ B2വിനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബി കോംപ്ലക്സ് എന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. നമ്മുടെ ജലത്തിൽ ലയിക്കുന്ന പ്രധാനപ്പെട്ട വൈറ്റമിൻസിൽ ഒന്നാണ് ഏത്? ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പറഞ്ഞത്? രാസനാമങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ അപര്യാപ്തത രോഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, ഓർത്ത് വയ്ക്കുക. ജലത്തിൽ ലയിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് ഏത്? ജീവകം സി എന്നറിയപ്പെടുന്നത്. ജലത്തിൽ ലയിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് ഏത്? ജീവകം സി എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ജീവകം സിയുടെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്താണ്? PSC പരീക്ഷകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നതാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ ശ്രദ്ധിക്കുക, ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നതാണ് ജീവകം സിയുടെ രാസനാമം. ശ്രദ്ധിക്കുക, കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈറ്റമിൻ ഏതാണ്? ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഏതാണ്? ജീവകം സി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ, ഓർത്ത് വയ്ക്കുക, ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ്? തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതെന്ന് പറഞ്ഞു? വൈറ്റമിൻ കെ ആണെന്ന് പറഞ്ഞു. അതുപോലെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? B2 ആണ്. റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്ന B2 ആണ് ഏതിൽ നഷ്ടപ്പെടുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണെങ്കിൽ അത് B2 ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണെങ്കിൽ അത് K ആണ്. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. ഇനി ശ്രദ്ധിക്കുക, പാല്, മുട്ട എന്നിവയിൽ കാണപ്പെടാത്ത വൈറ്റമിൻ, പാല്, മുട്ട എന്നിവയിൽ കാണപ്പെടാത്ത വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. പാല്, മുട്ട എന്നിവയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടില്ല. അതുപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്തിനെയാണ്? വൈറ്റമിൻ സി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വൈറ്റമിൻ സി എ ആണ്. നമ്മൾ പറഞ്ഞു ചൂടാക്കുന്ന സമയത്ത് അത് എന്താണ്? നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വൈറ്റമിൻ സി എ ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വൈറ്റമിൻ സിയുടെ രാസനാമമാണ് എന്ത്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത്. അതുപോലെ ചൂടാക്കുമ്പോൾ നശിച്ചു പോകുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. പാല്, മുട്ട എന്നിവയിൽ കാണപ്പെടാത്ത വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വൈറ്റമിൻ സി എ തന്നെയാണ്. അതുപോലെ ശ്രദ്ധിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി. ശ്രദ്ധിക്കുക, രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ എന്താണ്? വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റുകളൊക്കെ കൊടുക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഇതും പ്രീവിയസ് ആണ്, ഓർത്ത് വയ്ക്കുക. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഇത് കൺഫ്യൂഷൻ ആവരുത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണെങ്കിൽ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ് നമ്മൾ പറഞ്ഞത്. അതേസമയം മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. ജലദോഷത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ ഓർക്കുക, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ,
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. ജലദോഷത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓർത്തു വയ്ക്കുക, ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ആണ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത്. അതുപോലെ എന്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമാണ്? ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. മോണ, പല്ല്, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. ഇനി ശ്രദ്ധിക്കുക, വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമുക്ക് അറിയാൻ പറ്റും എന്താണ്? പഴങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, അതുപോലെ നെല്ലിക്ക, മുരിങ്ങയില, നാരങ്ങ തുടങ്ങിയവയാണ് വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക, നാരങ്ങ, മുരിങ്ങയില തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. ഇതിലെ പഴവർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു. എങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളാണ്? സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിരസമുള്ള പഴവർഗ്ഗങ്ങളിലാണ് വൈറ്റമിൻ സി കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് പോലുള്ള പഴവർഗ്ഗങ്ങളിൽ വൈറ്റമിൻ സിയുടെ അളവ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഏത് പറയുന്നത്? ഓറഞ്ച് എന്നറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പുളിരസമുള്ള പഴവർഗ്ഗങ്ങൾ, അതുപോലെ നാരങ്ങ, നെല്ലിക്ക, മുരിങ്ങയില തുടങ്ങിയവയെല്ലാം വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ഇനി ഓർത്തു വയ്ക്കുക, വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം എന്താണ്? സ്കർവിയാണ്. ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണിത്. എന്താണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്കർവി എന്നറിയപ്പെടുന്നത്. ഈ സ്കർവി അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? നാവികരുടെ പ്ലേഗ്. ഓർത്തു വയ്ക്കുക, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സ്കർവി എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? സ്കർവി. സ്കർവി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? നാവികരുടെ പ്ലേഗ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സ്കർവി. എന്താണ് ഈ സ്കർവി എന്ന് പറയുന്നത്? മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് അറിയപ്പെടുന്ന പേരാണ് എന്ത്? സ്കർവി എന്നറിയപ്പെടുന്നത്. മോണയിൽ നിന്നുള്ള അമിതമായിട്ടുള്ള രക്തസ്രാവത്തെ അറിയപ്പെടുന്ന പേരാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് എന്തെന്നറിയപ്പെടുന്നു? സ്കർവി എന്നറിയപ്പെടുന്നത്. അതുപോലെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സ്കർവി. എന്താണ് സ്കർവി? മോണയിൽ നിന്നുള്ള അമിത രക്തസ്രാവത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്കർവി എന്ന് അറിയപ്പെടുന്നത്. വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗം, രാസനാമങ്ങൾ, സവിശേഷതകൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്